ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നു. കുഴിച്ചുള്ള പരിശോധനകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയിൽ പറഞ്ഞു. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിനെതിരെ ബിജെപിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബിജെപിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി രംഗത്ത് വരികയാണ്. ധർമ്മസ്ഥല വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭയിൽ ചർച്ചയ്ക്ക് അനുമതി നൽകിയ ശേഷം ചർച്ചകൾക്കുള്ള മറുപടിയായാണ് അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞത്. ഇതിനു മുമ്പ് ആഭ്യന്തരമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ DGP പ്രണബ് മൊഹന്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തെരച്ചിലിൽ ലഭിച്ച അസ്ഥികൂടാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയ ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കും. അന്വേഷണം സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ പ്രത്യേക സംഘം തീരുമാനിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വെളിപ്പെടുത്തൽ നടത്തിയ മുഖ്യസാക്ഷിക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി മൈസൂരിൽ പറഞ്ഞത്. ധർമ്മസ്ഥലയിലെ ഭക്തരെ പ്രത്യേക അന്വേഷണ സംഘം അപമാനിക്കുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്ര MLA ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന പ്രതികരണവുമായി ഉപമുഖ്യമന്ത്രി D ശിവകുമാറും രംഗത്തെത്തി. BJP നേതാക്കളുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനെതിരെ ധർമ്മസ്ഥല ചലോ യാത്ര എന്ന പേരിൽ ബംഗളൂരുവിൽ നിന്ന് വാഹന റാലി സംഘടിപ്പിച്ചിരുന്നു. വെളിപ്പെടുത്തൽ നടത്തിയത് മുസ്ലിമാണെന്നും പിന്നിൽ കേരള സർക്കാരാണെന്നും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ കർണാടക പ്രതിപക്ഷ നേതാവ് R അശോക ആരോപിച്ചിരുന്നു. ചില യൂട്യൂബ് ചാനലുകാരും ഇടതുപക്ഷക്കാരുമാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാവും ആരോഗ്യമന്ത്രിയുമായ ദിനേശ് ഗുണ്ടുറാവുവിന്റെ പ്രതികരണം. ജൂലൈ 3-നാണ് കൊലപ്പെടുത്തിയ 100-ലധികം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതായി വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളി രംഗത്ത് വന്നത്. പോലീസ് നടപടി സ്വീകരിക്കാതായതോടെ ശുചീകരണ തൊഴിലാളി ബൽത്തങ്ങാടി കോടതിയിൽ നേരിട്ടെത്തി മൊഴി നൽകി. സമ്മർദ്ദത്തിന് വഴങ്ങി 16 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 19-നാണ് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല ട്രസ്റ്റിനും ബന്ധപ്പെട്ടവർക്കുമെതിരായ പരാമർശങ്ങൾ തടയുന്നതിന് മാധ്യമ വിലക്കേർപ്പെടുത്താൻ ട്രസ്റ്റ് ഭാരവാഹികൾ സുപ്രീം കോടതി വരെ ഹർജിയുമായി പോയെങ്കിലും തിരിച്ചടി നേരിട്ടിരുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ 6 യൂട്യൂബ് ചാനൽ പ്രവർത്തകരെ ആക്രമിച്ച് ഉപകരണങ്ങൾ തകർക്കുകയും 2012-ൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടൽ ഗൌഡയുടെ കാർ അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു. ധർമ്മസ്ഥല ട്രസ്റ്റ് അധികാരിയും രാജ്യസഭാ MPയുമായ വീരേന്ദ്ര ഹെഗ്ഡെയെ BJP കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ചിരുന്നു. SIT അന്വേഷണം ഏറ്റെടുത്ത 3 ആഴ്ച മാത്രം പിന്നിടുമ്പോഴാണ് അന്വേഷണം പാതിവഴിയിൽ നിലക്കുന്നത്. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.